നന്ദി, ഇവിടേക്ക് വരൂ. നിനക്കറിയാവുന്നതല്ലേ നന്ദി, മാതാപിതാക്കൾക്ക് സന്താനങ്ങളുടെ സുഖമാണ് ഏറ്റവും പരമമായ ആനന്ദം. തന്റെ പ്രഭുവിനെ സേവിക്കുന്നതിനേക്കാളും വലിയ സുഖം എന്താണ് പ്രഭു? നീ എന്നെ ഒരുപാട് സേവിച്ചു കഴിഞ്ഞു നന്ദി. അതിനാൽ തന്നെ നാം നിന്നോട് അതീവ പ്രസന്നനുമാണ്. നിന്റെ പിതാവിന് നിന്റെ ആവശ്യം ഇപ്പോഴുണ്ട് നന്ദി. അങ്ങേക്ക് എന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടല്ലേ അങ്ങ് എന്നോട് കൈലാസത്തിൽ നിന്നും ഇദ്ദേഹത്തിന്റെ കൂടെ പോകുവാൻ പറയുന്നത്? ഞാൻ അങ്ങയെ സേവിച്ചത് എന്തുകൊണ്ടെന്നാൽ എന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമായിരുന്നു അത്. ഇതാണ് എന്റെ അസ്തിത്വത്തിന്റെ ആധാരം പ്രഭു. അങ്ങയെ സേവിക്കുക എന്നതാണ് ഈ നന്ദിയുടെ ജീവിതധർമ്മം. അങ്ങയുടെ സേവകനല്ലാതെ ഈ നന്ദി പിന്നെ ആരാണ് പ്രഭു? ആരുമല്ലാതാവും പ്രഭു. അങ്ങയെ സേവിക്കുക എന്നത് ഈ നന്ദിക്ക് തികച്ചും സ്വാഭാവികമാണ്. എങ്ങനെയെന്നാൽ ശ്വാസോച്ഛ്വാസം പോലെ, ഹൃദയത്തിന്റെ മിടിപ്പ് പോലെ, കണ്ടുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും പോലെ അങ്ങേക്ക് ഈ നന്ദിയെ കൂടാതെ കഴിയാൻ സാധിക്കും.